ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ടേം ലയബിലിറ്റീസ് ആണ്. എന്താണ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ? ബാധ്യതകൾ അല്ലേ. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ബാധ്യതകൾ എന്ന് പറയുമ്പോൾ എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്? സാധാരണഗതിയിൽ ബാധ്യത എന്ന് പറയുമ്പോൾ എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ആർക്കെങ്കിലും ക്യാഷ് കൊടുക്കാനുണ്ടെങ്കിൽ, കടം കൊടുക്കാനുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ബാധ്യത എന്ന് പറയുക അല്ലേ. നമ്മൾ സാധനം മേടിച്ചതിന് ക്യാഷ് കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അതൊരു ബാധ്യതയാണ്. ആരുടെങ്കിലും കടം മേടിച്ചിട്ടുണ്ട്, അത് തിരിച്ചു കൊടുക്കാൻ ഉണ്ടെങ്കിൽ അത് ബാധ്യതയാണ് അല്ലേ. ഓക്കെ, അപ്പം അതിനെ തന്നെയാണ് ബാധ്യത എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലയബിലിറ്റീസ് ഓഫ് എ ബിസിനസ് മീൻസ് or liabilities are obligations, ബാധ്യതകൾ, or debts. debts എന്ന് പറഞ്ഞാൽ എന്താണ്? കടങ്ങൾ അല്ലേ. അപ്പോൾ ബാധ്യതകൾ അല്ലെങ്കിൽ കടങ്ങൾ that a business enterprise has to pay in future. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഭാവിയിൽ കൊടുക്കേണ്ടതുള്ള കടങ്ങളെയും ബാധ്യതകളെയും നമ്മൾ ലയബിലിറ്റീസ് എന്ന് പറയും. ബിസിനസ് സ്ഥാപന സാധനങ്ങൾ കടത്തിന് മേടിക്കുകയാണ്, അപ്പോൾ അത് കൊടുക്കേണ്ട ബാധ്യത ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ബാങ്കിൽ നിന്ന് വായ്പ എടുത്തു, അത് കടമാണ്, ഡെപ്റ്റാണ് അല്ലേ. ഓക്കെ, ഇത്തരത്തിൽ ഭാവിയിൽ തിരിച്ചു കൊടുക്കേണ്ട ബാധ്യതകളെ ലയബിലിറ്റീസ് എന്ന് പറയും. അപ്പോൾ ആർക്കെങ്കിലും ക്യാഷ് കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത് ബാധ്യത. ക്ലിയർ? ഓക്കെ, ഈ ബാധ്യതകളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. നേരത്തെ അസറ്റ്സിനെ ക്ലാസിഫൈ ചെയ്ത അതേ രൂപത്തിൽ ബാധ്യതകളെയും, ഒരു ബിസിനസ് സ്ഥാപനത്തിന് കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം: കറണ്ട് ലയബിലിറ്റീസ് ആൻഡ് നോൺ കറണ്ട് ലയബിലിറ്റീസ്. ആദ്യം നമുക്ക് കറണ്ട് ലയബിലിറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കാം. കറണ്ടാണ്, ദാറ്റ് മീൻസ് ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഭാവിയിൽ നമ്മളത് പേ ചെയ്യണം അല്ലേ, പേബിളാണ്, അടച്ചു തീർക്കേണ്ടതുണ്ട്, കൊടുത്തു തീർക്കേണ്ടതുണ്ട്. അപ്പോൾ കറണ്ട് ലയബിലിറ്റീസിൻ്റെ പ്രത്യേകത എന്താണ്? അത് ഷോർട്ട് ടേം ആണ്. അതുകൊണ്ട് തന്നെ ഷോർട്ട് ടേം ലയബിലിറ്റീസ് എന്നും കൂടി പറയാറുണ്ട് അല്ലേ. എന്താ ഷോർട്ട് ടേം? ഹ്രസ്വകാലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ദീസ് ലയബിലിറ്റീസ് ആർ പേബിൾ വിത്തിൻ എ ഷോർട്ട് പീരിയഡ്. പേബിൾ വിത്തിൻ എ ഷോർട്ട് പീരിയഡ്, ചുരുങ്ങിയ കാലം കൊണ്ട് കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളാണ്. അപ്പോൾ ചുരുങ്ങിയ കാലം എന്ന് പറയുമ്പോൾ എത്രയാണ്? 1 year. ഒരു വർഷം അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളാണെങ്കിൽ അതിനെന്ത് പറയുന്നു? കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയും. കറണ്ടാണ്. ക്ലിയർ? ഓക്കെ, കറണ്ട് ലയബിലിറ്റീസിന് എക്സാമ്പിളുകൾ അല്ലെ, സാധാരണ കണ്ടുവരുന്ന കറണ്ട് ലയബിലിറ്റീസ് എന്താണെന്നും കൂടി നമുക്കൊന്ന് പരിചയപ്പെടണം. സാധാരണ കണ്ടുവരുന്ന കറണ്ട് ലയബിലിറ്റീസിൽ ആദ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുക ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന പദം ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? എന്തിനാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്? ബാങ്കിലെ അധികപ്പറ്റ് എന്ന് പറയും അല്ലേ, അധികപ്പറ്റ്. സാധാരണ കറണ്ട് അക്കൗണ്ടിൽ നമ്മൾ സാധാരണ ഓപ്പൺ ചെയ്യുന്നത് സേവിങ്സ് അക്കൗണ്ടാണ് അല്ലേ. ബിസിനസ് സ്ഥാപനങ്ങൾക്കായിട്ട് കറണ്ട് അക്കൗണ്ടുകൾ ഉണ്ടാവാം. ഈ കറണ്ട് അക്കൗണ്ടിലുള്ളതിനേക്കാൾ കൂടുതൽ പിൻവലിക്കാൻ അനുവദിക്കുന്നതിനെയാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ്സിന് പ്രത്യേക സാഹചര്യങ്ങളിൽ ക്യാഷ് ആവശ്യമുള്ള സമയത്ത് ബാങ്കുകൾ അക്കൗണ്ടിൽ, സാധാരണഗതിയിൽ നമ്മൾക്കൊക്കെ അക്കൗണ്ടിൽ എത്ര ഡെപ്പോസിറ്റ് ഉണ്ടോ, നമ്മളെ ക്യാഷ് എത്ര ബാങ്കിലുണ്ടോ അത് മാത്രമേ പിൻവലിക്കാൻ പറ്റുള്ളൂ അല്ലേ. അതിൽ കൂടുതൽ പിൻവലിക്കാൻ അനുവദിക്കും. കറണ്ട് അക്കൗണ്ടിലാണെങ്കിൽ ബിസിനസ് അക്കൗണ്ടുള്ള ആൾക്കാർക്ക് അതിൽ കൂടുതൽ പിൻവലിക്കാൻ അനുവദിക്കും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു കറണ്ട് അക്കൗണ്ടിൽ, ബാങ്കിൻ്റെ അക്കൗണ്ടിൽ 10,000 രൂപയാണ് ബാലൻസ് ഉള്ളത്. പക്ഷേ ബിസിനസ് ചെയ്യുന്ന അയാൾക്ക് പ്രത്യേകിച്ച് 15,000 രൂപയുടെ ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരെ 15,000 രൂപ പിൻവലിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ, 10,000 ബാലൻസ് ഉള്ളൂ, 15,000 പിൻവലിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ ആ കൂടുതൽ അനുവദിക്കുന്ന തുകയെ നമുക്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയാം. ഉള്ളതിനേക്കാൾ കൂടുതൽ പിൻവലിക്കുകയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ബാങ്ക് അക്കൗണ്ടിൽ ബാങ്ക് ബാലൻസ് ആണ് എന്ന് പറയുമ്പം അത് ബാങ്ക് ഇങ്ങോട്ട് തരാനുള്ള ക്യാഷാണ് അല്ലേ, അപ്പോൾ അസറ്റാണ്. അതേസമയം ബാങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മൾ ക്യാഷ് അങ്ങോട്ട് ബാങ്കിന് കൊടുക്കാനുള്ളതാണ് അല്ലേ. ഉള്ളതിനേക്കാൾ കൂടുതൽ പിൻവലിച്ച തുകയാണ്, അത് നമ്മൾ ബാങ്കിന് തിരിച്ച് നൽകേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ബാധ്യതയാണ്.
പെട്ടെന്ന് തിരിച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യതയാണെന്ന് മനസ്സിലാക്കുക. ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് താൽക്കാലികമായിട്ട് ചുരുങ്ങിയ കാലാവധിയിലേക്ക് വായ്പ എടുത്തതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഒരു പ്രധാനപ്പെട്ട കറണ്ട് ലയബിലിറ്റീസാണ്. രണ്ടാമത്തത് ക്രെഡിറ്റേഴ്സാണ്. ക്രെഡിറ്റേഴ്സ് ആർ പേഴ്സൺ ഹൂ ഓവ്സ് ടു ഹൂം ബിസിനസ് ഹോസ് മണീന്ന്. ബിസിനസ് ക്യാഷ് നൽകാനുള്ള ആൾക്കാരെയാണ്, പണം നൽകാനുള്ള ആൾക്കാരെയാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ബിസിനസ് ഇടപാടുകളിൽ ചിലപ്പോൾ സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കടത്തിന് സാധനം മേടിച്ചിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ക്യാഷ് നൽകണം അല്ലേ? അപ്പോൾ ആ സപ്ലയേഴ്സിനെ നമ്മൾ എന്ത് പറയും? ക്രെഡിറ്റേഴ്സ് എന്ന് പറയും. ബിസിനസ് ക്യാഷ് നൽകാനുള്ള ആൾക്കാരെ നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നു. ആ ക്രെഡിറ്റേഴ്സും ബിസിനസ്സിനെ സംബന്ധിച്ചോളം ഒരു ബാധ്യതയാണ്, പെട്ടെന്ന് കൊടുത്തു തീർക്കേണ്ട ബാധ്യതയാണ്, കറണ്ട് ലയബിലിറ്റീസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ക്യാഷ് ബിസിനസ്സിന് ഇങ്ങോട്ട് തരാനുള്ള ആൾക്കാരാണ്. അപ്പോൾ ഡെപ്റ്റേഴ്സ് അസറ്റ് ആകുമ്പോൾ ക്രെഡിറ്റേഴ്സ് ക്യാഷ് അങ്ങോട്ട് കൊടുക്കാനുള്ള ആൾക്കാർ ബാധ്യതയാണ് അല്ലേ? ഓക്കെ, പിന്നീട് നേരത്തെ ബിൽസ് റിസീവബിൾ പറഞ്ഞു, ബില്ല് പ്രകാരം ക്യാഷ് കിട്ടാനുള്ള തുക, അത് അസറ്റ് ആകുമ്പം ബിൽ പ്രകാരം ക്യാഷ് അങ്ങോട്ട് കൊടുക്കാനാണെങ്കിൽ അതെന്താണ്? ലയബിലിറ്റിയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോമിസറി നോട്ട്, ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് അല്ലേ, അതാണ് ബില്ലുകൾ എന്ന് പറയും. അപ്പോൾ ബിൽ പ്രകാരം ക്യാഷ് അങ്ങോട്ട് കൊടുക്കാനാവുന്നത് എങ്ങനെ? നമ്മളൊരു പ്രോമിസറി നോട്ടിൽ ഒരാൾക്ക് എഴുതിയിട്ട് പ്രോമിസ് നൽകുകയാണ്, വാഗ്ദാനം നൽകുകയാണ്, ഒരു നിശ്ചിത കാലാവധി കഴിഞ്ഞാൽ ഇത്ര ക്യാഷ് നൽകാമെന്ന് നമ്മൾ എഴുതി ഒപ്പിട്ട്, സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നതിനെയാണ് ബില്ലെന്ന് പറയാം അല്ലേ? ഓക്കെ, അങ്ങനെ ഒരു ബാധ്യത നമ്മളാണ് എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നതെങ്കിൽ നമ്മളാണ് പേയ്മെൻറ്റ് നൽകേണ്ടത്. അപ്പോൾ അത് നമ്മളുടെ ബാധ്യതയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ബിൽസ് റിസീവബിൾ അസറ്റ് ആകുമ്പോൾ ബിൽസ് പേയബിൾ എന്താണ്? ലയബിലിറ്റിയാണ്, കറണ്ട് ലയബിലിറ്റിയാണ്. ഇതുകൂടാതെ വേറെ എന്തെങ്കിലുമൊക്കെ ഷോർട്ട് ടേം ലോണുകൾ ഉണ്ടെങ്കിൽ, ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് ഒരു വർഷത്തിന് താഴെ ലോൺ എടുക്കുക, അല്ലെങ്കിൽ ബാങ്കല്ല വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ നിന്നോ വ്യക്തികളുടെ കയ്യിൽ നിന്നോ ഒരു വർഷത്തിന് താഴെ നമ്മൾ വായ്പ എടുക്കുകയാണെങ്കിൽ, ലോണുകൾ എടുക്കുകയാണെങ്കിലും അതും എന്താണ്? കറണ്ട് ലയബിലിറ്റീസാണ്. അവിടെ കുറച്ച് മാത്രമേ ഉള്ളൂ. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേബിൾ, അങ്ങനെയല്ലാതെ വേറെ ഏത് ഷോർട്ട് ടേം ലോണുകളെയും നമുക്കെന്ത് പറയാം? കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയാം. എന്താ കറണ്ട് ലയബിലിറ്റീൻ്റെ പ്രത്യേകത? വളരെ പെട്ടെന്ന് തിരിച്ചു കൊടുക്കേണ്ട, ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കേണ്ട ബാധ്യതകളെ കറണ്ട് ലയബിലിറ്റീസ് എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, ഫൈൻ. ഇനി രണ്ടാമത്തത് നോൺ കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ എന്തായിരിക്കും നോൺ കറണ്ട് ലയബിലിറ്റീസ്? ദീസ് ആർ ലയബിലിറ്റീസ് പേബിൾ ആഫ്റ്റർ 1 year. ഒരു വർഷത്തിന് ശേഷം മാത്രം റീപേയ്മെൻറ്റ് നടത്തേണ്ട ബാധ്യതകളെ നമ്മളെന്ത് പറയുന്നു? തിരിച്ചു നൽകേണ്ട ബാധ്യതകളെ നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നു. അതിനെ നമുക്കെന്ത് പറയാം? ലോങ് ടേം എന്ന് പറയാം, ദീർഘകാല ലയബിലിറ്റികൾ. ഓക്കെ, അതിനുള്ള ഉദാഹരണം എന്താണ്? ബാങ്ക് ലോൺ തന്നെയാണ്. ബാങ്കിൽ നിന്ന് നമ്മൾ ഒരു വർഷത്തിൽ കൂടുതൽ കാലാവധിയിലേക്ക്, 5 വർഷത്തേക്കും 10 വർഷത്തേക്കൊക്കെ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും അല്ലേ? ഓക്കെ, അത്തരത്തിലുള്ള ലോണുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ദീർഘകാല ബാധ്യതയാണ്, നോൺ കറണ്ട് ലയബിലിറ്റീസാണ്. അതുപോലെ കമ്പനികളൊക്കെ വായ്പ എടുക്കുന്ന ഒരു രീതിയാണ്, ഒരു ഡോക്യുമെൻ്റാണ് ഡിബഞ്ചേഴ്സ് എന്ന് പറയും. അപ്പോൾ ഡിബഞ്ചേഴ്സ് ഇറക്കിയിട്ട് ദീർഘകാലത്തേക്ക് വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ അതും ദീർഘകാല വായ്പയാണ്. ഡിബഞ്ചേഴ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾ ബിസിനസ് സ്റ്റഡീസിൽ വിശദമായിട്ട് പഠിക്കും. ഇപ്പോൾ ഇത്ര മാത്രം മനസ്സിലാക്കുക, ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് ദീർഘകാല വായ്പയാണ്. അങ്ങനെയല്ലാതെ ദീർഘകാലത്തിൽ വേറെ എവിടെന്നെങ്കിലുമൊക്കെ ലോൺ എടുത്താലും അതും എന്താണ്? നോൺ കറണ്ട് ലയബിലിറ്റീസാണ്. ഓക്കെ, അപ്പോൾ ലയബിലിറ്റീസിൽ നമുക്ക് സാധാരണ അറിഞ്ഞിരിക്കേണ്ട ഐറ്റംസ് കുറവാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ബാധ്യതകളാണ്, കൊടുത്തു തീർക്കേണ്ട എമൗണ്ട് ആണ് എന്ന് മനസ്സിലാക്കുക. അത് കറണ്ട് ആവാം, നോൺ കറണ്ട് ആവാം. കറണ്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളാണ്. അതിൽ പ്രധാനപ്പെട്ട 3 ഐറ്റം എന്ന് പറയുന്നത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും ബിൽസ് പേയബിളും ക്രെഡിറ്റേഴ്സുമാണെന്ന് മനസ്സിലാക്കുക. ഇനി നോൺ കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കൊടുത്തു തീർക്കേണ്ട, ഒരു വർഷത്തിന് ശേഷം കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളാണ് എന്നും നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത പ്രധാനപ്പെട്ട പദം എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്. ഒരു പക്ഷേ ക്യാപിറ്റലിനെ കുറിച്ച് ഇതിനു മുമ്പും നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവാം അല്ലേ? ക്യാപിറ്റൽ എന്താ? ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മൂലധനം അല്ലേ? എന്താ മൂലധനം എന്ന് പറഞ്ഞാൽ? ഒരു ബിസിനസ് സ്ഥാപനം, ഏത് ബിസിനസ് സ്ഥാപനം ആയിക്കോട്ടെ, അതിൽ ക്യാഷ് എന്ന് പറയുന്നത് ലൈഫ് ബ്ലഡ് ആണെന്ന് പറയും അല്ലേ? ബിസിനസ് സ്ഥാപനത്തിൻ്റെ ജീവരക്തമാണ് ക്യാഷ്. അങ്ങനെ പറയുന്നത് എന്താണ്? ക്യാഷ് ഇല്ലാതെ ഒരു ബിസിനസ്സും തുടങ്ങാൻ പറ്റില്ല, പണം വേണം അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ബിസിനസ് സ്ഥാപനത്തിലേക്ക് ആവശ്യമായ പണം കൊണ്ടുവരുന്നത് ആരാ? ഇതാരുടെ ഉത്തരവാദിത്തമാണ്? ഓണർ അല്ലേ, അതിൻ്റെ മുതലാളി അല്ലേ? അപ്പോൾ ബിസിനസ് തുടങ്ങാൻ ആവശ്യമായ ക്യാഷ് കൊണ്ടുവരുന്നത് ആരാണ്? അതിൻ്റെ ഓണറാണ്.
അങ്ങനെ ഓണർ ബിസിനസ്സിൽ നിക്ഷേപിച്ച തുകയെ നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയും. എത്ര എമൗണ്ടാണോ ഒരു ഓണർ ബിസിനസ്സിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്, ബിസിനസ് തുടങ്ങാനായിട്ട് അങ്ങനെ മുതൽ മുടക്കിയിട്ടുണ്ട്, അതിനെന്ത് പറയുന്നു? ക്യാപിറ്റൽ എന്ന് പറയുന്നു. സോ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഇൻ ദ ബിസിനസ് ഫേം ഈസ് നോൺ ആസ് ക്യാപിറ്റൽ. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ അതിൻ്റെ മുതലാളി, അതിൻ്റെ ഓണർ എത്ര എമൗണ്ടാണോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിനെന്ത് പറയുന്നു? ക്യാപിറ്റൽ എന്ന് പറയുന്നു. ക്ലിയർ? ഓക്കെ. അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. എമൗണ്ട് മേ ബി ബ്രോട്ട് ഇൻ ഐദർ ഇൻ ക്യാഷ് ഓർ ആസ് അസറ്റ്സ്. എമൗണ്ട് മേ ബി ബ്രോട്ട് ഇൻ ദ ഫോം ഓഫ് എ ക്യാഷ് ഓർ അസറ്റ്സ്. ഇങ്ങനെ ഓണർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക എന്ന് പറയുമ്പം അത് ക്യാഷായിട്ടും കൊണ്ടുവരാം, അസറ്റായിട്ടും കൊണ്ടുവരാം. എങ്ങനെയാവാം? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ബിസിനസ് തുടങ്ങാൻ ഒരാൾ തീരുമാനിച്ചു, അതിൻ്റെ ഓണർ. അയാൾ 10 ലക്ഷം രൂപ ക്യാഷായിട്ടും ഇറക്കുകയാണ്. അയാളുടെ കയ്യിൽ ഒരു വാഹനം ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ലോറി ഉണ്ടെന്ന് വിചാരിക്കുക. 5 ലക്ഷം രൂപ വിലയുള്ള ഒരു ലോറിയാണ്. അയാൾ 10 ലക്ഷം രൂപ ക്യാഷും കൊണ്ടുവരുന്നു, 5 ലക്ഷം രൂപ വിലയുള്ള ഒരു ലോറിയും ബിസിനസ്സിൻ്റെ ആവശ്യത്തിലേക്കായിട്ട് ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നു. ഫൈൻ. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്ന തുക എത്രയുണ്ട്? 10 ലക്ഷം രൂപ ക്യാഷും 5 ലക്ഷം രൂപയുടെ ലോറിയും എന്ന് പറയുമ്പോൾ ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 15 ലക്ഷം രൂപയാണ്. 15 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അയാൾ നടത്തിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഓണർ കൊണ്ടുവരുന്ന ക്യാഷ് മാത്രമല്ല, ക്യാഷ് അല്ലാതെ വേറെ വല്ല അസറ്റും ബിസിനസ്സിൻ്റെ ആവശ്യത്തിനായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൊത്തം ടോട്ടൽ എമൗണ്ടിനെയാണ് നമ്മളെന്ത് പറയാം? ക്യാപിറ്റൽ എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ബിസിനസ് സ്ഥാപനം ഒരു എൻറ്റിറ്റിയാണ്, അതിൻ്റെ ഓണർ വേറൊരു എൻറ്റിറ്റിയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു ഇടപാടാണ് ഈ ഇങ്ങനെ ക്യാപിറ്റൽ കൊണ്ടുവരിക എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു എമൗണ്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ എമൗണ്ട്, അത്രയും തുക ബിസിനസ് അതിൻ്റെ ഓണറിന് തിരിച്ചു നൽകേണ്ട തുകയാണ്. ഓക്കെ. അപ്പോൾ ക്യാപിറ്റൽ 15 ലക്ഷം രൂപയുണ്ട് എന്ന് നമ്മളൊരു കണക്ക് നോക്കിയിട്ട് അതിൽ ക്യാപിറ്റൽ 15 ലക്ഷം ഉണ്ടെന്ന് കണ്ടാൽ നമ്മൾ എന്ത് മനസ്സിലാക്കും? ഓണർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത തുക, മൊത്തം തുക 15 ലക്ഷമാണ്. അല്ലെങ്കിൽ ബിസിനസ് ഓണർക്ക് തിരിച്ചു കൊടുക്കേണ്ട എമൗണ്ട് എത്രയാണ്? 15 ലക്ഷം രൂപയാണ്. ഓക്കെ. ഫൈൻ. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ ഓണർ ഇൻവെസ്റ്റ് ചെയ്ത തുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ ഇനി ടേം കേട്ടാൽ തന്നെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണം, അത് മുതലാളി ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടാണ്. ഓക്കെ. ഫൈൻ. ഇനി അടുത്ത പ്രധാനപ്പെട്ട ടേം എന്ന് പറയുന്നത് റവന്യൂ ആണ്. റവന്യൂസ് അല്ലെങ്കിൽ ഇൻകം, വരുമാനം എന്ന് പറയും അല്ലേ? ആരുടെ വരുമാനം? ആരുടെ റവന്യൂ? ബിസിനസ്സിൻ്റെ റവന്യൂ. ബിസിനസ്സിൻ്റെ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്? ബിസിനസ് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത് അല്ലേ? പല രൂപത്തിൽ വരുമാനം ഉണ്ടാക്കും. ഓക്കെ. അപ്പോൾ റവന്യൂസ് ഏതൊക്കെയാണ്, വരുമാനങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ റവന്യൂ എന്ന് പറയുമ്പം ഏറ്റവും പ്രധാനമായി ബിസിനസ് ക്യാഷ് ഉണ്ടാക്കുന്നത്, വരുമാനം ഉണ്ടാക്കുന്നത് സെയിൽസിലൂടെയാണ്. ഓക്കെ. സോ നമുക്ക് പറയാം, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഏൺഡ് ബൈ എ ബിസിനസ് ത്രൂ സെയിൽസ്. റവന്യൂസ് ആർ ദ എമൗണ്ട്സ് ഏൺഡ് ബൈ എ ബിസിനസ് ത്രൂ സെയിൽസ്. സെയിൽസിലൂടെ ബിസിനസ് ഏൺ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ, ഏൺഡ് എന്ന് പറഞ്ഞാൽ നേടുക എന്നാണ് അർത്ഥം അല്ലേ? എമൗണ്ട് ഏൺഡ് ബൈ എ ബിസിനസ് ത്രൂ സെയിൽസ്. സെയിൽസിലൂടെ ഒരു ബിസിനസ് ഏൺ ചെയ്യുന്ന തുക റവന്യൂ ആണ്. അതുമാത്രമല്ല, ആൻഡ് ഇൻക്ലൂഡ്സ്, അതുകൂടാതെ എന്തുകൂടിയുണ്ട്? അതർ റവന്യൂസ്, മറ്റുള്ള വരുമാനങ്ങളായ ലൈക്ക് എന്തുപോലെ? കമ്മീഷൻ റിസീവ്ഡ്, കമ്മീഷൻ കിട്ടുക, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, പലിശ ലഭിക്കുക, റെൻറ്റ് റിസീവ്ഡ്, വാടക ലഭിക്കുക, ഡിവിഡൻഡ് റിസീവ്ഡ്. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാഭവിഹിതം അല്ലേ? വേറെ വല്ല ബിസിനസ്സിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലാഭവിഹിതം കിട്ടുകയാണെങ്കിൽ, ബിസിനസ്സിൻ്റെ ക്യാഷ് ഉപയോഗിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് ലാഭവിഹിതം കിട്ടുകയാണെങ്കിൽ അത്. ഇതിനൊക്കെ മൊത്തമായിട്ടാണ് നമ്മൾ എന്ത് പറയാം? റവന്യൂ എന്ന് പറയുന്നത്, വരുമാനം അല്ലെങ്കിൽ ഇൻകം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബിസിനസ്സിന് ക്യാഷ് ജനറേറ്റ് ചെയ്യുകയാണ്, ക്യാഷ് ഉണ്ടാക്കിയെടുക്കുകയാണ്, നേടിയെടുക്കുകയാണ്. ഏതൊക്കെ മാർഗങ്ങളിലൂടെ? ത്രൂ സെയിൽസ്, വിൽപ്പന നടത്തിയിട്ട്. ദെൻ അതുകൂടാതെ കമ്മീഷൻ റിസീവ്ഡ്, കമ്മീഷനായിട്ട് കിട്ടുക, ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുക, പലിശ ആയിട്ട് കിട്ടുക, ബാങ്കിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് അതിൻ്റെ പലിശ കിട്ടുക. അല്ലെങ്കിൽ ബിസിനസ് ഒരു ബിൽഡിംഗ് എടുത്തു, അതിൻ്റെ ഒരു ഭാഗം വാടകയ്ക്ക് നൽകി, അങ്ങനെ വാടക ലഭിക്കുക. ഓക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ലഭിക്കുന്നതും എന്ത് തന്നെയാണ്?
റവന്യൂ എന്ന പദം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കും. അല്ലെങ്കിൽ അതിനെ എന്നും കൂടി പറയും, ഇൻകം എന്നും കൂടി പറയും, വരുമാനം എന്നും കൂടി പറയും. ഓക്കെ, അപ്പോൾ സെയിൽസിലൂടെ ക്യാഷ് കിട്ടുന്നതും, കമ്മീഷനായിട്ട് ക്യാഷ് കിട്ടുക, ഇൻട്രസ്റ്റായിട്ട് ക്യാഷ് ലഭിക്കുക, റെൻ്റായിട്ട് ക്യാഷ് ലഭിക്കുക, ഡിവിഡൻ്റായിട്ട് ക്യാഷ് ലഭിക്കുക, ഇതിനൊക്കെ മൊത്തമായിട്ട് നമ്മൾ എന്ത് പറയുന്നു? റവന്യൂസ് അല്ലെങ്കിൽ വരുമാനം എന്ന് പറയും. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇതിൽ കമ്മീഷൻ ലഭിക്കുക, പലിശ, വാടക ലഭിക്കുക, ലാഭവിഹിതം ലഭിക്കുക, അതൊക്കെ നോർമലാണ് അല്ലേ. എന്താണ് സെയിൽസ്? ഏറ്റവും ആദ്യം പറഞ്ഞതാണ് സെയിൽസ് എന്നല്ലേ. അതിനെ പ്രത്യേകമായിട്ട് പറഞ്ഞു, അതിനുശേഷം ബാക്കി എല്ലാത്തിനെ അതർ എന്ന് പറഞ്ഞിട്ട് ബാക്കി എല്ലാത്തിനെയും കൂടി കാണിച്ചു അല്ലേ. അപ്പോൾ സെയിൽസിന് എന്തോ പ്രാധാന്യമുണ്ട് അല്ലേ. സെയിൽസ് എന്ന പദം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതും കൂടി അറിയണമല്ലോ. സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മനസ്സിലാക്കിയിട്ടത് വിൽപ്പന എന്നാണ് അല്ലേ. ഓക്കെ, വിൽപ്പനയുടെ ലഭിച്ച ക്യാഷ്. അപ്പോൾ എന്താണ് സെയിൽസ്? അതും കൂടി നമുക്കിന്നൊന്ന് മനസ്സിലാക്കാം. എന്താണ് സെയിൽസ്? സെയിൽസ് ആർ ദ എമൗണ്ട്സ് ഏൺഡ് ബൈ എ ബിസിനസ് ബൈ സെല്ലിംഗ് ഇറ്റ്സ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. ഒരു സ്ഥാപനം അതിൻ്റെ ഉൽപ്പന്നങ്ങൾ, പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ സേവനങ്ങൾ സെല്ലിംഗ് നടത്തിയിട്ട്, വിൽപ്പന നടത്തിയിട്ട് ഏൺ ചെയ്യുന്ന, നേടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ഥാപനം അതിൻ്റെ ഉൽപ്പന്നങ്ങൾ വിറ്റ് ലഭിക്കുന്ന ക്യാഷിനെ നമ്മൾ സെയിൽസ് എന്ന് പറയുന്നു. അപ്പോൾ ഒരു ചെരുപ്പിൻ്റെ കടയാണെങ്കിൽ അവരുടെ ഉൽപ്പന്നം എന്ന് പറയുന്നത് ചെരുപ്പുകളും ഷൂകളൊക്കെയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ചെരുപ്പ് അല്ലെങ്കിൽ ഷൂ ഒക്കെ വിറ്റിട്ട് അവർക്ക് ലഭിക്കുന്ന ക്യാഷിനെ നമുക്ക് ആ സ്ഥാപനത്തിൻ്റെ സെയിൽസ് എന്ന് പറയും. ഒരു മൊബൈൽ ഷോപ്പാണെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മൊബൈലും മൊബൈലിൻ്റെ ആക്സസറീസ് ഒക്കെയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ മൊബൈലും ആക്സസറീസും ഒക്കെ വിറ്റിട്ട് അവർക്ക് ലഭിക്കുന്ന ക്യാഷിനെ നമ്മൾ സെയിൽസ് എന്ന് പറയുന്നു. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പാണെങ്കിൽ അവരുടെ ടെക്സ്റ്റൈൽ ഐറ്റംസ്, തുണിത്തരങ്ങളാണ് അവരുടെ ഉൽപ്പന്നങ്ങൾ. അപ്പോൾ അത് വിറ്റിട്ട് അവർക്ക് ലഭിക്കുന്ന ക്യാഷിനെ നമ്മൾ എന്ത് പറയുന്നു? സെയിൽസ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉൽപ്പന്നങ്ങൾ, ഒരു സ്ഥാപനം അതിൻ്റെ പ്രൊഡക്റ്റുകൾ, ഉൽപ്പന്നങ്ങൾ വിറ്റ് ലഭിക്കുന്ന ക്യാഷിനെയാണ് നമ്മൾ എന്ത് പറയുക? സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു സ്ഥാപനം പറയാണ്, ഒരു കണക്ക് നോക്കിയിട്ട് നിങ്ങൾ പറയാം, ഒരു വർഷം 10 ലക്ഷം രൂപയുടെ സെയിൽസ് ഉണ്ടായി എന്ന് പറയുമ്പം നിങ്ങൾ മനസ്സിലാക്കുക, അതിനർത്ഥം 10 ലക്ഷം രൂപയുടെ സാധനം ആ വർഷം വിറ്റിട്ടുണ്ട് എന്നാണ്. ഓക്കെ, ഫൈൻ. പ്രോഡക്ട്സ്, അതുപോലെ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, സർവീസും, സേവനം വിറ്റിട്ടും ലഭിക്കുന്ന ക്യാഷ് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താണ് സേവനം? ചില ബിസിനസ് സ്ഥാപനങ്ങൾ പ്രൊഡക്റ്റ് അല്ല വിൽക്കുക, സേവനമാണ് വിൽക്കുക. ഉദാഹരണമായിട്ടൊരു എയർലൈൻ കമ്പനി, എയർലൈൻ എന്ന് പറഞ്ഞാൽ വിമാന സർവീസ് നടത്തുന്ന കമ്പനികൾ അല്ലേ. ഓക്കെ, അവരെന്താ വിൽക്കുന്നത്? നിങ്ങൾക്ക് ഇവിടുന്ന് ദുബായിലേക്ക് ട്രാവൽ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുകയാണ്. അതുപോലെ മറ്റുള്ള ട്രാൻസ്പോർട്ടേഷൻ കമ്പനികളും അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ദുബായിലേക്ക് നിങ്ങൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് നിങ്ങളെ ദുബായിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ് അല്ലേ. അതിന് ആണ് അവർ ക്യാഷ് മേടിക്കുന്നത്. അപ്പോൾ അവർ വിൽക്കുന്നത് സേവനമാണ്. ഒരു ഹോട്ടലിൽ നിങ്ങൾ റൂം എടുക്കുകയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യം അവർ തരികയാണ് അല്ലേ. സേവനമാണ് നൽകുന്നത്. ഓക്കെ, ഫൈൻ. അപ്പോൾ അവർ വിൽക്കുന്നത്, ഈ ഇത്തരം സ്ഥാപനങ്ങളെല്ലാം വിൽക്കുന്നത്, ഒരു ഇപ്പോൾ തിയേറ്ററിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സിനിമ കാണിച്ചു തരികയാണ്, നിങ്ങൾക്കൊരു സർവീസാണ് അവർ തരുന്നത് അല്ലേ. എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന സർവീസാണ്. ഓക്കെ, അപ്പോൾ ബിസിനസ് സ്ഥാപനങ്ങൾ സേവനം നൽകുന്നവരുണ്ട്, ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവരുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെ സേവനം വിറ്റിട്ട് ക്യാഷ് ലഭിക്കുകയാണെങ്കിൽ, ഉൽപ്പന്നം ലഭിച്ച് ക്യാഷ് ലഭിക്കുകയാണെങ്കിലും അതിനൊക്കെ മൊത്തമായിട്ടെന്നാണ് നമ്മൾ എന്ത് പറയുന്നത്? സെയിൽസ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പോൾ സെയിൽസ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് സ്ഥാപനം അതിൻ്റെ ഉൽപ്പന്നങ്ങളാണെങ്കിൽ ഉൽപ്പന്നങ്ങൾ, അല്ല സേവനങ്ങളാണെങ്കിൽ സേവനങ്ങൾ, അത് വിറ്റിട്ട് നേടുന്ന ക്യാഷിനെയാണ് നമ്മളെന്ത് പറയുക? സെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ക്യാപിറ്റൽ, റവന്യൂ അല്ലെങ്കിൽ സെയിൽസ് എന്നൊക്കെ നമ്മൾ ആ ടേംസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. ലയബിലിറ്റീസ്, അസറ്റ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അതെന്താണെന്ന് വ്യക്തമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. ഓക്കെ, സെയിൽസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ പറയാം. നേരത്തെ റവന്യൂ പറഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം പറഞ്ഞത് എന്താണ്? സെയിൽസ് ആണ് അല്ലേ. അതെന്തുകൊണ്ടാണ്? സെയിൽസിന് അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ് അല്ലേ. ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാന റവന്യൂ എന്ന് പറയുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് റവന്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന റവന്യൂ എന്ന് പറയുന്നത് എന്താണ്? സെയിൽസ് ആണ്. സെയിൽസ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ ഓഫ് എ ബിസിനസ് സ്ഥാപനം. ഏതൊരു ബിസിനസ് സ്ഥാപനമായാലും ബിസിനസ് സ്ഥാപനങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് സെയിൽസ് നടത്തിയിട്ട് അതിലൂടെ ലാഭം ഉണ്ടാക്കുകയാണ്. വിൽപ്പന നടത്തി ലാഭം ഉണ്ടാക്കുക എന്നാണ് ബിസിനസ്സിൻ്റെ പ്രധാന ലക്ഷ്യം അല്ലേ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിൽസ് ആയിരിക്കും. ഓക്കെ, മറ്റുള്ളതൊക്കെ ചെറിയ ചെറിയ എമൗണ്ടുകളായിട്ടാണ് സാധാരണ ഉണ്ടാവുക. കമ്മീഷനായാലും ഇൻട്രസ്റ്റ് ആയാലും അല്ലെങ്കിൽ റെൻ്റൊക്കെ ചെറിയ എമൗണ്ടാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗം ഏതാണ്? സെയിൽസ് ആയിരിക്കും. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇത്രയും
കാര്യങ്ങൾ നമ്മളിന്ന് 4 ടേമാണ് പറഞ്ഞത്. ലയബിലിറ്റി, ക്യാപിറ്റൽ, റവന്യൂ അല്ലെങ്കിൽ ഇൻകം, അതുപോലെ സെയിൽസ്. ഈ 4 ടേമും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതാണ്. നോട്ട്സ് കൃത്യമായിട്ട് കുറിച്ച് വെക്കുകയും അത്രയും കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യാം. Okay, and I think it's high time to say goodbye. Have a nice day. Thank you.